Dr. Anjali Huda, all the way from Delhi. Then our Shankarji, the brand ambassador of Paleodate, Tamil Nadu. Then ഒരു ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹോസ്റ്റാണ്, നമുക്കൊക്കെ സുപരിചിതനായിട്ടുള്ള ഒരു സെലിബ്രിറ്റി, മലയാള ടി വി പ്രേക്ഷകർക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത മാപ്പിളപ്പാട്ടുകളുടെ ഒക്കെ ഗവേഷകനായിട്ടുള്ള ഫൈസൽ എളേട്ടിൽ. പ്ലീസ് കം ടു ദി സ്റ്റേജ്. പെട്ടെന്ന് തന്നെ ഉദ്ഘാടന പരിപാടി സമാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വാഗത ഭാഷണത്തിനായി NB അബൂബ് റഹ്മാൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാനൊരു ഫോർമൽ സ്വാഗതം മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പ്രസംഗിക്കാനൊന്നുമില്ല സാഹചര്യമല്ല. പ്രസംഗിക്കാർക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. പിന്നെ പരിപാടി ഒരുപാട് ഡിലേ വന്നാണ്. അതുകൊണ്ട് ഒരു ജനറൽ സ്വാഗതം മാത്രം പറയുള്ളൂ. ബഹുമാനപ്പെട്ട കുന്നാങ്ങൽ MLA PT റഹീം സാഹിബ്, മുൻ MLA CP മുഹമ്മദ് സാഹിബ്, നമ്മുടെ അതിഥികളായ ഡോക്ടർ അസീം മൽഹോത്ര, ഡോക്ടർ അഞ്ജലി ഹൂഡ, ശങ്കർജി, ഫൈസൽ എളേറ്റിൽ, പ്രിയപ്പെട്ട LCHF മലയാളം ഗ്രൂപ്പ് അംഗങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാർ, നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഏകദേശം മുഴുവനായി തന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊരു മോചനം എന്ന നിലയിലാണ് LCHF എന്ന ഡയറ്റ് നമ്മുടെ മുന്നിലെത്തിയത്. ഒരു വർഷത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് ഈ സന്ദേശം ഏകദേശം മുഴുവൻ മലയാളികളിലും എത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഇതിൻ്റെ പ്രവർത്തകർക്ക് ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്നതാണ്. ഒരിക്കലും സുഖപ്പെടുത്താൻ സാധ്യമല്ല എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒട്ടുമിക്ക രോഗങ്ങളും ഈ ഡയറ്റ് സ്വീകരിച്ചവർക്ക് സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രക്തത്തിലെ ഉയർന്ന അളവിലുള്ള പഞ്ചസാര, കൊഴുപ്പ്, TSH, ക്രിയാറ്റിൻ തുടങ്ങിയവയെല്ലാം ഈ ഡയറ്റിനാൽ കുറയുന്നുണ്ട്. PCOD, ചർമ്മരോഗങ്ങൾ തുടങ്ങിയവ സുഖപ്പെടുന്നു. അപസ്മാരം, മറവി രോഗങ്ങൾ തുടങ്ങിയ മസ്തിഷ്ക സംബന്ധമായ രോഗങ്ങളും ഇതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. ചുരുക്കത്തിൽ 1977 അമേരിക്കൻ ഡയറ്ററി ഗൈഡ് ലൈൻസിന് ശേഷം ലോകത്ത് വ്യാപകമായ മിക്ക ക്രോണിക് രോഗങ്ങളും ഈ ഡയറ്റിനാൽ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സന്ദേശം ഇനിയും വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഈ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ദേശവും മറ്റൊന്നല്ല. LCHFൻ്റെ വിവിധ രീതികളും അതുമായി ബന്ധപ്പെട്ട ധാരാളം അറിവുകളും നമുക്ക് പരിചയപ്പെടുത്താനായി പ്രഗത്ഭരായ ഡോക്ടർമാരും മറ്റും ഇവിടെ എത്തിയിട്ടുണ്ട്. LCHFുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കാൻ ഉപയുക്തമായ നമ്മുടെ വെബ്സൈറ്റ് ഇന്ന് ഡോക്ടർ അസീം മൽഹോത്ര നിങ്ങൾക്കായി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. അതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ഉതകുന്ന LCHF കീറ്റോ ഡയറ്റ് എന്ന പുതിയ പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. 200 രൂപ മുഖവിലുള്ള പുസ്തകം ഇന്നത്തെ ദിവസം 150 രൂപയ്ക്ക് ലഭ്യമാകും. എല്ലാ വീടുകളിലും ഈ പുസ്തകം എത്തിക്കാൻ സാധിച്ചാൽ വരും തലമുറയെ നമുക്ക് ഈ മാറാവ്യാധികളിൽ നിന്ന് മുക്തരാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇത്തരം ഒരു ചികിത്സാ രീതി നമുക്ക് പരിചയപ്പെടുത്തുന്ന മഹാരഥന്മാരിൽ ഒരാളായ ഡോക്ടർ അസീം മൽഹോത്ര സാറിനെ തന്നെ ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി ലഭിച്ചത് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ ആദ്യമായി ഞാൻ ഈ കൂടിച്ചേരലിലേക്ക് സ്വാഗതം ചെയ്തു. It is our greatest pleasure to have Dr. Aseem Malhotra, Honorary Consultant Cardiologist, UK, to be our chief guest in this summit. As one of the greatest pioneers of low-carb diet and great warrior against the unhealthy interventions of pharmaceutical industry in people's health, it's a great privilege of all Keralites to be able to hear him personally here. We cordially welcome Dr. Aseem Malhotra to the summit. Dr. Anjali Huda, obesity and advanced metabolic and functional medicine specialist, Delhi, had given her consent happily to attend this meeting and to express her views in the subject. We heartily welcome Dr. Anjali Huda to the summit. It is our great pleasure that Mr. Shankarji, our neighbor from Tamil Nadu, is here. We welcome him to the summit. വളരെ കാലമായി ഈ ഡയറ്റ് പിന്തുടരുന്ന നമ്മുടെ പ്രസ്ഥാനത്തിന് എല്ലാവിധ സഹകരണങ്ങളും നൽകി വരുന്ന കുന്നാമംഗലം നിയോജകമണ്ഡലം MLA ബഹുമാനപ്പെട്ട PTM റഹീം സാഹിബാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളു. നമ്മുടെ ഗ്രൂപ്പിലെ സജീവ സാന്നിധ്യവും വളരെ കാലമായി ഡയറ്റ് സ്വീകരിച്ച ആളുമാണ് മുൻ MLA CP മുഹമ്മദ് സാർ. അദ്ദേഹമാണ് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ.
സമ്മേളനത്തിൻ്റെ സംഘാടക സമിതി അധ്യക്ഷനും കോഴിക്കോട് സൗത്ത് നിയോജകമണ്ഡലം MLA ഡോക്ടർ MK മുനീർ സാഹിബ് ഒരൽപ്പം വൈകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ എത്തിച്ചേർന്ന് വിളിച്ചിരുന്നു. അദ്ദേഹത്തെ വേദിയിലേക്ക് മുൻകൂട്ടി സ്വാഗതം ചെയ്തുകൊള്ളു. ഈ സമ്മേളനത്തിന് വേണ്ട അതേപോലെ നമ്മളെ പുസ്തകം റിലീസ് ചെയ്യുന്ന ഇത് സ്വീകരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ഫൈസൽ എലൈറ്റ് സാഹിബിനെ സ്വാഗതം ചെയ്തുകൊള്ളു. ഈ സമ്മേളനത്തിന് വേണ്ട സാമ്പത്തികവും ശാരീരികവും സാങ്കേതികവുമായ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നൽകിയ എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും സർവോപരി ഈ സമ്മേളനം ഒരു മഹാവിജയമാക്കി തന്ന എല്ലാ നാട്ടുകാരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുള്ളൂ. ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കാൻ ബഹുമാനപ്പെട്ട CP മുഹമ്മദ് സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള കേരള നിയമസഭയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായിരുന്ന ഇപ്പോഴത്തെ MLA PTA റഹീം സാഹിബ് അവറുകളെ, പ്രിയങ്കരനായ മാപ്പിളപ്പാട്ട് കലാരംഗത്തെ അതികായനായ ഫൈസൽ എളേറ്റിൽ, LCHFൻ്റെ കേരളത്തിലെ എല്ലാമായ ബ്രാൻഡ് അംബാസഡർ കൂടിയായ ഹബീബ് റഹ്മാൻ അവറുകളെ, ശ്രീ അസീം മൽഹോത്ര എന്ന പ്രഗത്ഭ കാർഡിയോളജിസ്റ്റ്, അഞ്ജലി ഹൂഡ, ശങ്കർജി, പ്രൗഢഗംഭീരമായ ഈ സദസ്സിലെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഡിസംബറിൽ നടത്താൻ തീരുമാനിച്ച ഈ കൂട്ടായ്മ അസീം മൽഹോത്രയുടെ സൗകര്യാർത്ഥം ഫെബ്രുവരി 2-ാം തീയതിയിലേക്ക് നീക്കിവെക്കുകയാണ് ചെയ്തത്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ, നമ്മുടെ രാജ്യത്തെ മാത്രമല്ല ലോകവ്യാപകമായി LCHF അഥവാ കീറ്റോ ഡയറ്റ് എന്ന ഒരു ഭക്ഷണ രീതി സ്വീകരിച്ചിരിക്കുകയാണ്. ലോകചരിത്രത്തിൽ ഇത്രമാത്രം വേഗത്തിൽ ജനങ്ങളിൽ പടർന്നു പിടിച്ച ഒരു ഭക്ഷണ രീതി വേറെ ഉണ്ടായിട്ടില്ല. ഇത് സ്വീകരിച്ചവരെല്ലാം ആദ്യ നോട്ടത്തിലെ അനുരാഗം പോലെ ഈ ഭക്ഷണ രീതിയോട് അനുരാഗവിവശരായി എന്ന് ആലങ്കാരിക ഭാഷയിൽ പറയുന്നതിൽ തെറ്റില്ല. ഈ ഭക്ഷണ രീതി സ്വീകരിച്ചവർക്കെല്ലാം അതിൻ്റേതായ ഗുണഫലങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ 10 വർഷം മുമ്പ് മരണത്തിൽ നിന്ന് പുനർജന്മം നേടിയ ഒരു വ്യക്തിയാണ്. ഗില്ലൻബാരി സിൻഡ്രോം എന്ന് പറയുന്ന ലക്ഷങ്ങളിൽ ഒരാൾക്കുണ്ടാവുന്ന അതിമാരകമായ രോഗം ബാധിക്കുകയും ഡോക്ടർമാർ ഇനി ജീവിതത്തിലേക്ക് മടങ്ങില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ അതോടൊപ്പം എനിക്ക് പ്രമേഹം ബാധിച്ചു. എൻ്റെ ആ പ്രമേഹം 2 നേരം കാര്യമായ തോതിൽ ഇൻസുലിൻ കുത്തിവെച്ചിരുന്ന പ്രമേഹം ഈ LCHF ഡയറ്റ് സ്വീകരിച്ചതോടുകൂടി ഇൻസുലിൻ വേണ്ട എന്ന് വെച്ചു. ഈ ഡയറ്റ് സ്വീകരിച്ച് ഒരാഴ്ചക്കകം ഇന്നേ വരെ നോർമലായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. പക്ഷേ നിർഭാഗ്യവശാൽ വൈദ്യശാസ്ത്രത്തിലെ പരമാധികാരികളാണ് എന്ന് സ്വയം ഭാവിക്കുന്ന, ഞാൻ എല്ലാ ഡോക്ടർമാരെയും അടക്കി പറയുന്നില്ല, എല്ലാ വിഭാഗത്തിലും നല്ലവരും ചീത്തയുമുണ്ട്, ഒരു ന്യൂനപക്ഷം വരുന്ന ഡോക്ടർമാർ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഇതിനെതിരെ പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാനൊരു ഡോക്ടർ രമേഷ് കുമാറിൻ്റെ വീഡിയോ കണ്ടു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഷഫീഖ് മാട്ടുമൽ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുടെ വീഡിയോയും കണ്ടു. എല്ലാവരും ഉയർത്തുന്നത് ശാപവചനങ്ങളാണ്. ക്യാൻസർ ഉണ്ടാവും, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാവും, കരൾ രോഗം ബാധിക്കും, കിഡ്നി തകരും. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് കാണൂ. ഞാനതൊന്നും സമയമില്ലാത്തതുകൊണ്ട് വിവരിക്കുന്നില്ല.
ആരാണ് ഇവർക്ക് ഇതിന് അധികാരം കൊടുത്തത് എന്നെനിക്കറിയില്ല. മനുഷ്യൻ്റെ മരണം എന്ന് പറയുന്നത് ഒരാൾക്കും പ്രവചിക്കാൻ സാധിക്കയില്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിൻ്റെ രുചി അറിയാത്ത ഒരാളെയും സർവശക്തനായ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. മഹാഭാരതത്തിൽ തടാകക്കരയിൽ പ്രത്യക്ഷപ്പെട്ട യക്ഷൻ യുധിഷ്ഠിരനോടൊരു ചോദ്യമുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന്. ത്രികാലജ്ഞാനിയായ യുധിഷ്ഠിരൻ പറഞ്ഞ മറുപടി, ഓരോരുത്തരും മരിക്കുമ്പോഴും നമുക്ക് മരണമുണ്ട് എന്ന് നമ്മൾ ഓർക്കാറില്ല എന്ന്. അപ്പോൾ മരണം എന്നുള്ളത് എം ടി വാസുദേവൻ നായർ എഴുതിയത് രംഗബോധമില്ലാത്തൊരു കോമാളിയാണ് മരണം എന്നാണ്. അത് ഒരു ഡോക്ടർക്കും പ്രവചിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ കുട്ടിക്കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ മാത്യു റോയി ആയിരുന്നു. കാർഡിയോളജിസ്റ്റുകളുടെ സമ്മേളനത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ തളർന്നു വീണ് അദ്ദേഹം മരിച്ചു. പിന്നെ VIP-കളെ ചികിത്സിച്ചിരുന്ന ഒരു ഡോക്ടറായിരുന്നു കോഴിക്കോട് പ്രാക്ടീസ് ചെയ്തിരുന്ന CBC വാര്യർ. അദ്ദേഹം ക്യാൻസറായിട്ട് മരിച്ചു. ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ന്യൂറോളജിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇപ്പോഴത്തെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മണപ്പാട് ഹോസ്പിറ്റലിൽ രോഗികളെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അറ്റാക്കായിട്ട് മരിച്ചു. അതുകൊണ്ട് മരണം പ്രവചിക്കാൻ ഒരു പ്രമാണിയായ ഡോക്ടർക്കും സാധിക്കയില്ല. പക്ഷേ ഇവർ LCHF സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഡെമോക്രസിൻ്റെ വാള് പോലെ നിങ്ങളുടെ തലയിൽ മരണം തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തുകയാണ്. ഇത് ഈ ഭക്ഷണം കഴിക്കുന്നവരുടെ ആരോഗ്യത്തിലുള്ള അമിതമായ താല്പര്യം കൊണ്ടോ ഇവർക്ക് അപരിചിതരായ ഈ ഭക്ഷണം കഴിക്കുന്ന 10,000-കണക്കിന് ആളുകളോടുള്ള സ്നേഹമോ കാരുണ്യമോ കൊണ്ടല്ല. ഇവർ പറയുന്നത് ഇവരുടെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് മാത്രമാണ്. കാരണം ഇവരുടെ പിന്നിലുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ. ഒരുപാട് ഡോക്ടർമാരുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാനും. ഞാൻ അലോപ്പതിക്ക് എതിരല്ല. എനിക്ക് പുനർജന്മം നൽകിയത് അലോപ്പതിയാണ്. പക്ഷേ ഇവർ ചോദ്യം ചോദിക്കുന്നത് എഞ്ചിനീയർക്ക് എന്താണ് വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ അർഹത എന്താണ്? ഈ വിമർശിക്കുന്ന ഡോക്ടർമാരാരും നമ്മുടെ രാജ്യത്തെ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചോ 10,000-ങ്ങൾ റോഡപകടത്തിൽ മരിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് 10,000-ങ്ങൾ രോഗികളാകുന്നതിനെക്കുറിച്ചോ ഒന്നും ഉത്കണ്ഠപ്പെടുന്നവരല്ല. ഇവരെ ഭയപ്പെടുത്തുന്നത് ഈ സാമ്പത്തിക താല്പര്യങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അന്താരാഷ്ട്ര മരുന്ന് ലോബി ഇതിൻ്റെ പിന്നിലുണ്ട്. ഓരോ ഇംഗ്ലീഷ് മരുന്നിൻ്റെയും ലാഭം എത്രയാണ് എന്ന് ഞാനിവിടെ വിവരിക്കുന്നില്ല. എൻ്റെ നാട്ടിലൊരു ആയുർവേദ വൈദ്യനുണ്ടായിരുന്നു. അയാളുടെ മരുന്ന് കടയിൽ വന്ന് ഒരാൾ പണ്ട് 12 രൂപയ്ക്ക് ഒരു കുപ്പി ദശമൂലാരിഷ്ടം വാങ്ങി. 2 രൂപ കൊടുത്ത് 10 രൂപ കടം പറഞ്ഞു പോയി. ഇത് കണ്ട ഒരാൾ 2 മാസം കഴിഞ്ഞ് വൈദ്യരോട് ചോദിച്ചു, നടന്ന സംഭവമാണ്. വൈദ്യരോട് ചോദിച്ചു, അല്ല വൈദ്യരെ, ആ 2 രൂപ തന്ന് 12 രൂപയുടെ അരിഷ്ടം കൊണ്ടുപോയ ആൾ ആ ബാക്കി പൈസ തന്നു എന്ന്. അപ്പോൾ വൈദ്യർ പറഞ്ഞു, അവനൊരു വൃത്തികെട്ടവനാണ്, അവൻ പൈസ തന്നില്ല, ഒരുപാട് തവണ ചോദിച്ചു. പിന്നെ ഞാൻ വഴക്കിനൊന്നും പോയില്ല, 2 രൂപ കിട്ടിയാലുണ്ട് മര്യാദ ലാഭം എന്ന്. ഇതാണ് മരുന്നുകളുടെ വില. 75% വരെ മരുന്നുകൾക്ക് കമ്മീഷൻ വാങ്ങുന്ന ആശുപത്രികളും ഡോക്ടർമാരുണ്ട്. ഒരു ഡോക്ടർ ഇട്ട പോസ്റ്റിൽ പറഞ്ഞത് തന്നെ കോടാനുകോടി രൂപ ചെലവഴിച്ച് ഇവിടെ ഒരുപാട് ഹോസ്പിറ്റലുകളും കാത്ത ലാബുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ LCHF ഇങ്ങനെ മുന്നോട്ട് പോയാൽ, അറിയാതെ സത്യം പറഞ്ഞു പോയതാണ്, ഈ ആശുപത്രികളെല്ലാം പൂട്ടേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തികച്ചും സാമ്പത്തികമായ താല്പര്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളതാണ് സത്യം. നമ്മളാരും ഇതിനു വേണ്ടി ഒരു പരസ്യവും നടത്തിയിട്ടില്ല. എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന പോലെ എല്ലാ മരുന്നും ഫലിക്കാതെ വരുമ്പോൾ കാളൻ നെല്ലായി എന്ന് പോലെ നമ്മളാരും എല്ലാത്തിനുമുള്ള മറുമരുന്നാണ് LCHF എന്ന് ബോർഡ് വെക്കുകയോ പത്രങ്ങളിലൂടെ പരസ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ച നമ്മൾ ഓരോരുത്തരും ഇത് സ്വീകരിച്ചു. അരീക്കോട്ടുകാരൻ
അരീക്കോട് എന്ന് പറയുന്നത് കേരളത്തിലെ ഫുട്ബോളിൻ്റെ മക്കയാണ്. കേരളത്തിലെ ഏറ്റവും വിദ്യാസമ്പന്നമായൊരു പ്രദേശമാണ്. അവിടെ നിന്ന് ഒരു എൻജിനീയറായി കേരള PWDയിൽ നിന്ന് സൂപ്രണ്ടൻറ്റിംഗ് എൻജിനീയറായി റിട്ടയർ ചെയ്ത ഹബീബുർ റഹ്മാൻ എന്ന് പറയുന്ന നിഷ്കാമ കർമ്മത്തിൻ്റെ പര്യായമായ ഒരു മനുഷ്യൻ ഈ ദൗത്യം ഏറ്റെടുത്ത് കേരളത്തിലാകെ തൻ്റെ എല്ലാവിധ അസൗകര്യങ്ങളും എല്ലാവിധ ജോലികളും മാറ്റിവെച്ചുകൊണ്ട് ഇതിനു വേണ്ടി നടത്തുന്ന പോരാട്ടത്തെ കളിയാക്കിക്കൊണ്ട് എൻജിനീയർമാർക്ക് ഡോക്ടർമാരുടെ പോലെ ഈ കാര്യത്തിൽ വിവരമുണ്ടോ എന്ന് ചോദിക്കുന്ന അലോപ്പതിയിലെ ഒരു വറ്റം ഡോക്ടർമാർ ഒരു കാര്യം മനസ്സിലാക്കുക, അവരെ വൈദ്യശാസ്ത്രത്തിൻ്റെ പരമമായ അതോറിറ്റി ഒന്നുമല്ല. അവർക്ക് ഈ കാര്യത്തിലുള്ള വ്യഗ്രത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഡോക്ടർമാരെ നിങ്ങൾ സ്വയം ചികിത്സിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇവിടെ മരണത്തിന് സ്വച്ഛന്ത മൃത്യുവിന് വരം ലഭിച്ച ഭീഷ്മ പിതാമഹന്മാരൊന്നുമല്ല ഈ ഡോക്ടർമാർ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ LCHF ആയാലും ഏത് ചികിത്സ ഭക്ഷണ രീതിയായാലും ഇനി ഏതെങ്കിലും പുതിയ മരുന്നായാലും ഇതൊരു പുതിയ മരുന്നല്ല, ഒരു ഭക്ഷണ രീതി മാത്രമാണ്. ഓരോന്നിനും അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്. അതിനെക്കുറിച്ച് മുഴുവൻ പഠിക്കാതെ പ്രവർത്തിച്ചാൽ അധികമായാൽ അമൃതും വിഷമാവുമെന്നുള്ളത് നമ്മൾ ഓർക്കണം. പ്രോട്ടീനും അതുപോലെ ഫാറ്റും കഴിക്കാനുള്ള അനുവാദം ലഭിക്കുമ്പോൾ ഇതൊരവസരമാണ് എന്ന് കരുതി ഇതിൻ്റെ പ്രഖ്യാപിതമായ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് മാംസം തന്നെ കഴിക്കാനും കോഴിമുട്ട കഴിക്കാമെന്നുള്ളത് കൊണ്ട് അത് 10ഉം 15ഉം ആയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരും അപകടം ക്ഷണിച്ചു വരുത്തും. അപ്പം അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള പഠനം വളരെ അത്യാവശ്യമാണ്. ഇതിൻ്റെ പ്രഖ്യാപിതമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ഭക്ഷണ രീതി തുടരാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യത്തെ ഒരുപാട് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് സ്വതവേ തന്നെ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ഇപ്പോൾ വ്യാപകമായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നന്മയാണ്. ആ നന്മ നിലനിൽക്കട്ടെ. ഇതിൻ്റെ വിമർശകന്മാരോട് കൂടുതലൊന്നും പറയുന്നില്ല. എരവഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ, കാഞ്ചനമാല മൊയ്തീനുള്ളതാണെങ്കിൽ, ഈ LCHF ഈ രോഗം ബാധിച്ച് അവശത അനുഭവിക്കുന്നവർക്കുള്ള ഒരു മറുമരുന്നാണ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തതായി ഈ മഹത്തായ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ കുന്ദമംഗലം MLA കൂടിയായ നമ്മുടെ ഈ LCHFൻ്റെ പ്രയോക്താവ് കൂടിയായിട്ടുള്ള PTA റഹീം അവരുടെ അഭ്യർത്ഥിക്കും. പ്രിയപ്പെട്ട ഈ ചടങ്ങിലെ അധ്യക്ഷൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഹുമാനപ്പെട്ട CP, പ്രിയപ്പെട്ട ഡോക്ടർമാർ, ഫൈസൽ എളീറ്റിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഹബീബുർ റഹ്മാൻ കൊടുവള്ളിയിൽ നേരത്തെ ബ്ലോക്ക് ഓഫീസിൽ എഞ്ചിനീയറായി പ്രവർത്തിച്ചിരുന്നു. അന്നുള്ള പരിചയമാണ്. അദ്ദേഹം സൗജന്യമായാണ് ഉപദേശം നൽകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ കാരണം. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എനിക്ക് ഈ കാര്യത്തിൽ അഗാധമായ പാണ്ഡിത്യം ഒന്നുമില്ല. പക്ഷെ ഒരു അനുഭവം എനിക്കുണ്ട്. ഞാൻ ഇൻസുലിൻ എടുത്തിരുന്നു, കൊളസ്ട്രോളിന് ഗുളിക കഴിച്ചിരുന്നു. 2-3 തരം ഗുളികകൾ ദിനേന കഴിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ സംവിധാനത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരു മരുന്നും ഇപ്പോൾ കഴിക്കുന്നില്ല. കാരണം ഇൻസുലിനൊക്കെ എടുത്ത് നമ്മൾ
MLA എന്നുള്ള നിലക്ക് കൂടുതൽ യാത്ര ചെയ്യുമ്പം പലപ്പോഴും വണ്ടിയിൽ നിന്ന് ഇത് കുറഞ്ഞോ കൂടിയോ എന്നുള്ള ആകാംക്ഷ പലപ്പോഴും ഉണ്ടാവും. എന്നെപ്പോലുള്ള ആളുകൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ ഒരുപാട് മാനസിക പ്രയാസങ്ങളും വ്യഥകളും ഈ ഒരു സംവിധാനത്തിലേക്ക് വന്നപ്പോൾ അവസാനിച്ച് കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു നേട്ടം. ഇപ്പോൾ ഡോക്ടർമാർ പലപ്പോഴും മനോരമയിലങ്ങ് ഞാൻ ഇതിൻ്റെ ആളാണ് എന്ന് വന്നപ്പം പല ഡോക്ടർമാരും വിളിച്ച് ഇതുപോലെ CP പറഞ്ഞതുപോലെ ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. എന്താണ് ശരിയല്ലാത്തത് എന്ന് ചോദിച്ചിട്ട് പറയാൻ സാധിച്ചിട്ടില്ല. ഭാവിയിൽ കുഴപ്പമുണ്ടാവും എന്നാണ് പറയുന്നത്. ഭാവിയിൽ പല കുഴപ്പങ്ങളും ഉണ്ടാവും. പക്ഷെ ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിന്നുക കുടിക്കുക, പക്ഷെ അതിൽ മിതത്വം പാലിക്കണം. അതിൻ്റെ തഫ്സീർ, അതിൻ്റെ വ്യാഖ്യാനം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത്, ഈ ഒരു ഖുർആൻ വാക്യം മിതത്വം പാലിച്ചുകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്താൽ ലോകത്തിലെ ചികിത്സയിൽ 4-ൽ 3 അതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രവാചകന്റെ കാലത്ത് ഈജിപ്തിൽ നിന്നൊരു ഭിഷഗ്വരൻ വന്ന് മദീനയിൽ താമസിച്ചു. സ്നേഹം കൊണ്ടാണ് എല്ലാവരെയും ചികിത്സിക്കാൻ വേണ്ടി. 2 വർഷമായി ആരും അദ്ദേഹത്തെ സമീപിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ സഹാബത്ത് പറഞ്ഞ ഒരു കാരണം, എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും അസുഖം വരാത്തത് എന്ന് ചോദിച്ചപ്പം, ഞങ്ങൾ മിതമായാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന്. ഭക്ഷണം കഴിക്കുന്നതിൽ മിതത്വം പാലിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. ഇത് ലോകപ്രശസ്തരായിട്ടുള്ള ആളുകൾ, ഞാൻ നേരത്തെ വിചാരിച്ചത് ഇതിവിടെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നാണ്. പക്ഷേ ഇത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ ഇതിന് മാനങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർമാരുടെ സാന്നിധ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും ഇതൊരു എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഒരു തുടർന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം. കാരണം എനിക്ക് പഴയതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം തോന്നുന്നത് ഇപ്പോഴാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചதை അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിൽക്കുന്നു. താങ്ക് യു സാർ. അടുത്തതായി നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഞ്ചിങ് ആണ്. നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അബീബ് സാറ് വളരെ കഷ്ടപ്പെടുന്നതിൽ നിന്നും ഇന്ന് അദ്ദേഹം മോചിതനാവുകയാണ്. ഇനി നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വെബ്സൈറ്റ് നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ അസീം മൽഹോത്ര അവർകളാണ്. വി ആർ ഇൻവൈറ്റിംഗ് ഡോക്ടർ അസീം മൽഹോത്ര ടു റിലീസ് അവർ വെബ്സൈറ്റ്. lchfmalayalam.com, hereby released by Dr. Aseem Malhotra for the world. ചോദ്യങ്ങളും ഉത്തരങ്ങളും മലയാളത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ്. താങ്ക് യു സർ. നെക്സ്റ്റ് നമ്മുടെ ബുക്ക് റിലീസാണ്. ഈ വിഷയങ്ങൾ അടങ്ങിക്കൊണ്ട് ആദ്യമായി ഒരു പുസ്തകം NV അബീബ് റഹ്മാൻ നമുക്ക് കേരളക്കാർക്ക് സമ്മാനിച്ചു. ഈ പരിപാടിയോടനുബന്ധിച്ച് മറ്റൊരു പുസ്തകം ഇവിടെ റിലീസ് ചെയ്യപ്പെടുകയാണ്, LCHF മലയാളം. ഈ പുസ്തകത്തിൻ്റെ ഔപചാരികമായ റിലീസിംഗ് നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ മറ്റൊരു ഗസ്റ്റായ ഡോക്ടർ അഞ്ജലി ഹുഡയോട് അഭ്യർത്ഥിക്കുന്നു. വി ആർ റിക്വസ്റ്റിംഗ് ഡോക്ടർ അഞ്ജലി ഹുഡ ടു റിലീസ് ദി ബുക്ക്. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ബഹുമാനനായിട്ടുള്ള മാപ്പിളപ്പാട്ടിൻ്റെ ഗവേഷകനും എഴുത്തുകാരനുമൊക്കെയായ ഫൈസൽ എലട്ടിൽ അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. LCHF മലയാളം ഇന്നു മുതൽ കേരളത്തിൽ ലഭ്യമാണ്. ഈ പുറത്ത് നമ്മൾ കൗണ്ടറിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് 150 രൂപക്ക് ആ പുസ്തകം ലഭിക്കുന്നതാണ്. അഞ്ജലി ഹുഡ കുറച്ച് കഴിഞ്ഞ് നമ്മോട് സംസാരിക്കും. ഇപ്പോൾ നമ്മളോട് ഈ പുസ്തകത്തിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിന് ഈ പുസ്തകം ഏറ്റുവാങ്ങിയ ഫൈസൽ എലട്ടിൽ അവർകളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികൾ, ജനപ്രതിനിധികൾ, സഹോദരി സഹോദരന്മാർ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനും ഈ ഒരു സംഘാടനത്തിൻ്റെ ഭാഗം തന്നെയാണ്, ഒരു അതിഥിയല്ല.
കുറേ കാലമായി ഇതിങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്നെ കണ്ടാൽ ചിലപ്പോൾ അങ്ങനെ തോന്നില്ല. ഒരു 7 മാസം മുമ്പ് എന്നെ നിങ്ങൾ കണ്ടവർക്കത് മനസ്സിലാവും. 10-17 കിലോ ഞാൻ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുസ്തകം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഇതിൻ്റെ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, മനുഷ്യൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണമാണെന്ന് തോന്നുകയാണ്. ഞാനിതിൻ്റെ ഗ്രൂപ്പിലൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ രോഗങ്ങളെക്കുറിച്ചല്ല, ഭക്ഷണത്തെക്കുറിച്ചാണ്. ഏത് തരത്തിലുള്ള ഭക്ഷണം എങ്ങനെ ടേസ്റ്റായി ഉണ്ടാക്കാം ഇതിലെന്നുള്ളതാണ് ആളുകളുടെ ടെൻഷൻ. അത് സ്വാഭാവികമാണ്. അതിന് ഈ പുസ്തകം ഒരു പരിധിവരെ പരിഹാരമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അബീബക്കാക്ക് സ്വൈര്യമായിട്ട് കിടന്നുറങ്ങണമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒരു വിഷയമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് സമയം ചിലവഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ വളരെ ശാന്തനായി ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം മറുപടി പറയുമ്പോൾ അത്ഭുതപ്പെടുന്നുണ്ട്. ഈ പ്രശ്നം മുമ്പ് ഞാൻ അനുഭവിച്ച ഒരാളാണ്. ഈ പട്രുമാൽ റിയാലിറ്റി ഷോയിൽ വന്ന സമയത്ത് രാത്രി ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ ആ പാട്ട് ആരെഴുതി, ഈ പാട്ട് ആരെഴുതിനെ കുറിച്ച് ചോദിക്കും. സമയത്തിൻ്റെ ബോധമൊന്നും ചോദിക്കുന്നവർക്കുണ്ടാവില്ല. ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറയാറുണ്ടല്ലോ. ഏതായാലും എൻ്റെതൊക്കെ വളരെ ചെറിയ തോതിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ അബീബക്ക അനുഭവിക്കുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ ഒരു സിസ്റ്റത്തിന് തന്നെ നമ്മുടെ നാട്ടിലൊരു യാഥാർത്ഥ്യം തുറന്നു പറയുന്ന രീതിയിലാണ് ഈ പുസ്തകവും ഈ സിസ്റ്റവും. എനിക്ക് തോന്നിയ ഒരു കാര്യം, റഹീംക്കായും ഇവിടെ CP സാറൊക്കെ സൂചിച്ച പോലെ ആളുകളെ ടെൻഷനാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി പലരും ഇതിനെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എത്ര കാലം ഇത് തുടരും എന്നുള്ളതാണ്. പിന്നെ അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ഇത് ഫോളോ ചെയ്ത നന്ദിയിൽ വെച്ചൊരാൾ പറഞ്ഞു ഇത് ഫോളോ ചെയ്ത ഒരാൾ മരിച്ചു എന്നും. അപ്പോൾ എന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് ഫോളോ ചെയ്തുകൊണ്ട് മാത്രം മരിച്ചതായിരിക്കണമെന്നില്ല. കോഴിക്കോട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എത്ര ആൾ മരിക്കുന്നുണ്ട് ഓരോ ദിവസം, അതാരും കണക്കെടുക്കുന്നില്ല. ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ ആർക്കെങ്കിലും ഒരു അപകടം പറ്റിയാൽ ചിലപ്പം വേറെ ഏതോ കാരണം കൊണ്ടായിരിക്കാം. പക്ഷേ ആളുകളെ ഇങ്ങനെ ടെൻഷനാക്കി. എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ദയവ് ചെയ്ത് ഡോക്ടർമാരോട് ആരും ഒരു ഉപദേശവും തേടരുത്. ഡോക്ടർമാരുടെ അടുത്ത് ഇരിക്കുകയും ചെയ്യേണ്ട, ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളായ രീതിയിൽ മുന്നോട്ട് പോകുക. അതോടൊപ്പം ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. അതിനൊക്കെയാണ് ഈ പുസ്തകം നമുക്ക് സഹായകമാവുന്നത്. അതോടൊപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു ധാരണയുണ്ടാവുക, മനസ്സിലൊരു മനക്കരുത്ത് ഉണ്ടാക്കുക ഈ വിഷയത്തിൽ. എന്നോട് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ഡോക്ടർ പറഞ്ഞത്, 2-3 മാസം കഴിയുമ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. എനിക്ക് അസുഖങ്ങളൊന്നുമില്ല, ഈ ഒരു ശരീരത്തിൻ്റെ ഭാരത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നിയന്ത്രണങ്ങളിൽ ഇവരൊക്കെ പറഞ്ഞ പോലെ ചെയ്താൽ ഇത് ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കും. ഇതൊരു വലിയ തരംഗമായി നമ്മുടെ ഇടയിൽ മനുഷ്യൻ്റെ ഷുഗർ മാത്രമല്ല എല്ലാ വിഷയങ്ങൾക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇത് പരിഹാരമാണ്. പ്രിയപ്പെട്ട അബീബക്കാക്ക്, ഈ പുസ്തകം എഴുതിയ അബീബക്കാക്ക്, പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ സൂചിപ്പിക്കുന്നില്ല. എല്ലാ വിഷയങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ പ്രതിപാദിച്ചൊരു വിഷയമാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് ആതിഥേയനായ എന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ക്ഷണിച്ചതിലുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഓക്കെ, നമ്മുടെ ഈ ലളിതമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ഇതിൻ്റെ അജണ്ടയിലില്ലാത്ത ഒരു ചടങ്ങ് ഇതിൻ്റെ സംഘാടകരല്ലാത്തവർ ഒരു ചെറിയൊരു പരിപാടി അനൗപചാരികമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ പരിപാടിക്ക് കാരണക്കാരനായ, നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും ആശ്വാസകരമായിട്ടുള്ള ഈ ഡയറ്റ് നമുക്ക് പഠിപ്പിച്ച NB അബീബ് റഹ്മാൻ സാറിനെ ആദരിക്കണം എന്ന് ഇതിൻ്റെ ആളുകൾക്ക് ആഗ്രഹം. അബീബ് സാറോട് മുൻകൂട്ടി പറഞ്ഞാൽ അത് സംഭവിക്കില്ല എന്നറിയുന്നത് കൊണ്ട് ഇവിടെ വെച്ച് നമ്മളത് ചെയ്യുകയാണ്. അബീബ് സാറിനെ ഒരു പൊന്നാട അണിയിച്ചുകൊണ്ട് ഞങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഇത് നൽകുന്നത് അസീം മൽഹോത്ര അവർക്കാണ്. വി ആർ ടോട്ടലി ഇൻവൈറ്റിംഗ് ഡോക്ടർ അസീം മൽഹോത്ര ടു ഓണർ അവർ ഹബീബ് റഹ്മാൻ സർ, പ്ലീസ്. ഓക്കെ, താങ്ക് യു സർ. നമ്മുടെ ചടങ്ങോട് അവസാനിപ്പിക്കുകയാണ്. ഔപചാരികമായി നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി അഹമ്മദ് ഗിരി അവർകളെ ക്ഷണിക്കും. നമസ്കാരം. നന്ദി പ്രകാശിപ്പിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ അടങ്ങിയിട്ടുള്ളത്. ആദ്യമായി ഈ സദസ്സിൻ്റെ ഔദ്യോഗികമായ അധ്യക്ഷപദം ഏറ്റെടുത്ത CP മുഹമ്മദ് സാഹിബ്
അദ്ദേഹത്തെ LCHFൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ തന്നെ ഒരു ഭാഗമായ PTA റഹീം സാഹിബിനെയും LCHFൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ വിശിഷ്ട അതിഥികളായി UK നിന്നെത്തിയ ഡോക്ടർ അസീം മൽഹോത്ര, അതുപോലെ ഡൽഹിയിൽ നിന്ന് വന്ന ഡോക്ടർ അഞ്ജലി ഹുഡ, അതുപോലെ തമിഴ്നാട് പാലിയോൻ്റെ സർവ്വതുമായ ശങ്കർജി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബുക്ക് ഏറ്റുവാങ്ങിയ സഹോദരൻ ഫൈസൽ, എല്ലാവർക്കും LCHFൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊടുക്കുന്നു. കൂടാതെ നമ്മുടെ സർവ്വതുമായ എന്ന് വെച്ചാൽ നമ്മുടെ LCHFൻ്റെ ജീവനാഡിയായ ഹബീബ് റഹ്മാൻ സാറിനും ഈ സദസ്സിൽ എത്തിച്ചേരുകയും വളരെ ദൂരെ നിന്ന് വളരെ യാത്ര ചെയ്ത് തലേ ദിവസവും ഇന്ന് രാവിലെയുമായി ഒക്കെ ഇവിടെ എത്തിച്ചേർന്ന് ഈ സദസ്സിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട ഈ സദസ്സിലെ എല്ലാ പേർക്കും ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ചടങ്ങ്, ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും പാവപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.